ഓ നമ്മൾ നേരത്തെ ഇവിടെ തന്നെ വരാനില്ല, നൈസാണല്ലോ ഇവിടെ. അത് കൊള്ളാം. നല്ല കാറ്റും നല്ല പച്ചപ്പും. ഇപ്പൊ ആ മഴ അങ്ങോട്ട് തുടങ്ങി, ആ മൊത്തത്തിൽ മൂഡ് മാറി, മൂഡ് ഫുൾ മാറി. and ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് പൊളി, നൈസ് വൈബ്, നല്ല ആൽക്കഹോളിക് വെതർ. നാട്ടിൽ ഹെവി മഴ, നാട്ടിലായിരുന്നു ഇതില് ഹെവി. നാട്ടിൽ റെഡ് അലേർട്ടൊക്കെ ഇപ്പൊ. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളം മുങ്ങി. അപ്പം ഞാനൊരു ദിവസം ഈ വെള്ളം മുങ്ങിയിട്ട് വീടിൻ്റെ അത് ഒഴിച്ചുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ നടക്കാന്ന് ഓർത്ത് പോയി. വണ്ടിയൊന്നും പോകുന്നില്ല. നാട്ടുകാരെല്ലാം ചുമ്മാതെ ഇതിന്റെ മണ്ട കുപ്പിയൊക്കെ വെച്ചിരുന്ന് അടിയല്ലേ വെള്ളം മുങ്ങി എന്ന് പറഞ്ഞാൽ അടിയാ. വെള്ളം മുങ്ങി എല്ലാവർക്കും അവധിയല്ലേ. നിനക്ക് മറ്റേ ആ 2018 വെള്ളപ്പൊക്കം വന്ന ഓർമ്മയുണ്ട്? ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ അവിടെ വീട്ടിനകത്തോട്ടെല്ലാം വെള്ളം വന്നില്ലേ? അങ്ങോട്ട് കയറി. ഞങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമില്ല. നമ്മുടെ പന്തളം ജംഗ്ഷനിൽ കൂടെ അച്ചൻകോവിലാർ ഒഴുകിയത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടപ്പോ ഒരു ഐലൻഡ് പോലെ ചുറ്റും വെള്ളമാവും. പക്ഷെ നമ്മുടെ അവിടെ അങ്ങോട്ട് അങ്ങനെ വെള്ളവും വരത്തില്ല. പക്ഷെ ബാക്കി ടൗണിലോട്ട് പോകണമെങ്കിൽ അവിടെ ഫുള്ള് വെള്ളമാവും. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റും. മീനച്ചിലാർ എല്ലാ തവണയും പൊങ്ങാറുള്ളതല്ലേ, എല്ലാ മഴയത്തും. അവിടെ റോട്ടിൽ എപ്പോഴും വെള്ളം കയറും. നമ്മളതിന്റെ വണ്ടി ഫുള്ള് മറ്റേ സൈലൻസറിനകത്തോടെ കയറായിരിക്കും, അരപ്പിച്ചൊക്കെ പോയി. 2018 വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ ഒരു പ്രാവശ്യം വെള്ളം പൊങ്ങി, മീൻസ് അത്ര റോഡിൽ കൂടെ തുടങ്ങിയിട്ടില്ലേ. അപ്പം ഈ വെള്ളം കയറി ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഞങ്ങളവിടെ ഒരു സ്ഥലമുണ്ട്, മറ്റേ കുളനര കഴിഞ്ഞ ഉള്ളിലോട്ട്, കുളനര എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു റബ്ബറും തോട്ടവും നടുക്ക് റോഡ്, അതിൻ്റെ ഇത്. അപ്പം വെള്ളപ്പൊക്കം കാണാൻ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചോണ്ട് ഇറങ്ങിയത്. നമ്മുടെ അങ്ങോട്ട് വന്നിട്ടില്ല, ഇതെന്തോ സംഭവം നമുക്കറിയത്തില്ലല്ലോ. ചുമ്മാ ഇങ്ങനെ കാണാൻ ഇറങ്ങിയപ്പം നോക്കിയപ്പോൾ റോഡിന് നടുക്കൂടെ വെള്ളം പോന്നു. ഞാനെന്തോ വിചാരിച്ചു ബുള്ളറ്റല്ലയോ പോകുന്നു വിചാരിച്ചു. പോയി വന്നപ്പോഴത്തേക്ക് പെട്രോൾ ടാങ്കിന്റെ അവിടെ വരെ വെള്ളമായിടാ. അപ്പൊ അതിനകത്ത് നിന്നുപോയി. അതും നല്ല ഒഴുക്കാ. പിന്നെ ഞാനും അവനോട് ഇറങ്ങി തെള്ളി കയറ്റി. പക്ഷെ വണ്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് വണ്ടിക്ക് പ്രശ്നമൊന്നും പറ്റിയില്ല. അതെന്നാ നമ്മള് ചിലപ്പോ പോകുന്നു വിചാരിച്ചങ്ങ് എടുക്കുന്ന, പക്ഷെ ട്രാപ്പായി പോകും. പണ്ട് നമ്മളെ വീട്ടിൽ ഇതുപോലെ ഇത് എടാ വണ്ടി ഇങ്ങനെ റേസായി വരാൻ തുടങ്ങും. അന്നേരം അപ്പൊ ആലോചിച്ചു മൂഞ്ചി. ഇവിടെ മുംബൈയിൽ ആൾക്കാർ ഞാനുണ്ടോ പ്ലാസ്റ്റിക് കവർ ഇടും ഫുള്ള് എല്ലായിടത്തും. എല്ലാ ഇലക്ട്രോണിക് പാർട്സിനെല്ലാം ഒരു കവർ ഉണ്ട്. അത് ഫുള്ള് ആ ഹെഡ് അങ്ങ് കവർ ചെയ്ത് വെക്കും. പണ്ട് ഇതുപോലെ വീട്ടിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചുറ്റുമുള്ളവരത്തെ ദുരന്തമുള്ളൂ. നമ്മുടെ അവിടെ വെള്ളം പൊങ്ങത്തില്ല. അപ്പൊ നമ്മള് കൊച്ചിലെ വെള്ളം കാണാൻ വേണ്ടി എല്ലാരും അവന്റെ ടൂറ് പോലെ ഈ വെള്ളം പൊങ്ങിയെന്ന് മാറും. പക്ഷെ നമ്മൾ പോകുമ്പോ ഓരോരുത്തരുടെ വീട്ടിനകത്ത് വെള്ളം, അവരെല്ലാം ഇങ്ങനെ സീനായിട്ടിരിക്കുക. നമ്മളവിടെ പോയിട്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് കളിച്ച്. അവരാണെങ്കിൽ രാവിലെ ഇറങ്ങുമ്പോൾ മുറ്റത്തെ വെള്ളമാ, വീടിന്റെ അകത്തെല്ലാം വെള്ളം. ഞങ്ങളവിടെ ഇച്ചിരി കരഭാഗമായിട്ട് അങ്ങോട്ടൊന്നും ആറൊന്നും അടുത്തല്ല, കുറച്ച് ദൂരെ, ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അടിപൊളി കാറ്റാണ്. കാറ്റത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പീസായിട്ട് ചുമ്മാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കണ്ണടച്ചൊരു ഒരു ചായ കൂടെ കിട്ടുമായിരുന്നു. അടിപൊളിയായിരുന്നു. ചായ, ഒരു പരിപ്പോടയോ, ഒരു കട്ടറും ബീഴി. മറ്റേ ഒരു ദുൽഖറിന്റെ ഒരു പടത്തിനകത്ത് പറയുമല്ലോ, എന്തായിരുന്നു, മഴയും കട്ടൻ ചായ ജോൺസൺ മാഷും. നമുക്ക് ഇത് കഴിയുമ്പോൾ സ്പീക്കർ എടുത്ത് ഇവിടെ കുറച്ചേരം ഇരിക്കും, ട്രാക്ക് ഇട്ട് നൈസ് ആയിരിക്കും. നമുക്ക് ചുമ്മാ ഇങ്ങനെ കൊണ്ടുവന്നൊരു ട്രാക്ക് ഇടായിരുന്നു. വേണല്ലേ മറ്റേ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. റിസ്ക് എടുക്കണ്ട ഇവിടെ. ഈ അല്ല, നീ ഒരു കാര്യം ആലോചിച്ച്, മഴയാവുമ്പോഴത്തേക്ക് ആൾക്കാരുടെ സകല മൊത്തത്തിലൊരു ഷിഫ്റ്റ് ആവുക, മടിയാവും സീസൺ അനുസരിച്ച്. ഇപ്പൊ നമ്മളാണല്ലോ ചൂടുകാലത്താണെങ്കിൽ മറ്റേ പൊടി. ഇവിടെ ഇന്നലെ എന്തോ ഇവിടെ വന്നിരിക്കാൻ പറ്റും, എല്ലാ പൊടിയും ഓണടിയും. ഇപ്പൊ മഴയാവുമ്പോഴത്തേക്ക് എല്ലാരും മറ്റേ കുറച്ചുകൂടെ എന്തോ ഒരു കൺസർവ്ഡ് ടൈപ്പ് ഒരു ഇതാവുക. അതെ, എല്ലാവർക്കും ഒന്ന് പുതച്ചു മൂടി കിടക്കാൻ രാവിലെയൊക്കെ പണിക്ക് നീറ്റ് പോകുന്നത് ചിന്തി. അത് ഈ മഴയത്ത് പണിക്ക് പോകുന്നു ആലോചിക്കും. മഴയൊക്കെ നനഞ്ഞ്, ഈ മഴയെന്ന് പറഞ്ഞ സാധനം നമുക്ക് ചുമ്മാ ഇരുന്ന് കാണാനല്ല, മഴ നനയണമെന്ന് വിചാരിച്ചാ അതേസമയം എല്ലായിടത്തും പോകുന്ന സമയത്താ മഴ പെയ്യുന്നെങ്കിൽ നമുക്ക് ശരിക്കും ചൊറിഞ്ഞ വരും. ഇവിടെ നീ കണ്ടായിരുന്നു, ഒന്ന് മഴ പെയ്താൽ അപ്പൊ വെള്ളം മുങ്ങും. ഇവിടെ എല്ലാം വെള്ളം മുങ്ങി, മറ്റേ ശോകവും ഓടവെള്ളം എല്ലായിടത്തും പോകും. നമ്മുടെ അവിടെയാണ് ഫുള്ള് റോഡ് ഫുള്ള് ഇങ്ങനെ വെള്ളം. നമ്മുടെ അവിടെ മഴ പെയ്ത് കഴിയുമ്പം പ്രകൃതി കാണാൻ മൊത്തത്തിലൊരു ഭംഗിയാണ്. ഇവിടെ എല്ലാം അഴുക്ക. എടാ, ഒന്നാമത്തെ കാര്യം ഈ മരത്തിന്റെ ഇലയിലെല്ലാം പൊടിയാ, മറ്റേ പച്ച കളറിലല്ലല്ലോ, ഇവിടെ ആഷ് കളറിലാണ് മരമല്ല. ഇപ്പൊ ഈ മരത്തിന്റെ ഒക്കെ കളർ കണ്ടോ,
മറ്റേ ചൂടുള്ള സമയത്ത് ഈ മരത്തിന്റെ കളർ ബ്രൗൺ കളറാണ്. ഒന്ന് ജീവൻ വെച്ചോ. മറ്റേ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും മരത്തിനകത്ത്. വെള്ളത്തിന്റെ ആ ഒരു പവർ ഇതൊന്നും ഇത് കിട്ടാതെ ഇത്ര നാളും ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരു പൊടിയും ഇത് എൻഡോസൾഫാനും അടിച്ചുകൊണ്ട് ഇപ്പൊ കുറച്ച് വെള്ളം കിട്ടിയപ്പോ ആശ്വാസം. അയ്യോ, പക്ഷെ ഇത് മഴ നിൽക്കുമ്പോ പിന്നെ ഹ്യൂമിഡോ, അതാ പ്രശ്നം. വേർക്കാൻ തുടങ്ങും. ഇപ്പം ഈ കാറ്റും അല്ലാതെ ഇവിടെ കാറ്റില്ല. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ ഇവിടെ മല ഏരി, ഇത് ശരിക്കും പറഞ്ഞ കാർഗർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്ന ഒരു മലയുടെ അവിടെ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന. ഇവിടെ മല ഇത്ര ഉള്ളതുകൊണ്ട് ഇത്ര നല്ല കാറ്റും ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഹോണടി ഇല്ല, ഉമാറും ഒരു ശല്യം, ഒരു വണ്ടിയുടെ സൗണ്ട് ഇല്ല. അല്ലെങ്കിൽ എന്നും അടിച്ച് പൊട്ടിക്കും അവരോട് ഇട്ട്. എടാ ഞാൻ ഒരു സാധനം കണ്ടു യൂട്യൂബ് ഇപ്പം കണ്ട, നമ്മുടെ ഒരു ഫോട്ടോ ഇപ്പം എടുത്താലേ ആ ഫോട്ടോ സ്പേസിൽ ഒരു സാറ്റലൈറ്റ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുത്താൽ അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകെ എർത്താണ് കിട്ടുന്നത്. ഓ അങ്ങനെ നമുക്ക് പറഞ്ഞ എടുത്ത് നോക്കിയാലോ, പിന്നെ അത് അയച്ചു കൊടുക്കുക. സെൽഫി ഇടാം അവിടെ നീണ്ട്. ഈ ഫോട്ടോ നമുക്ക് അയച്ചു നോക്കാവേ, എന്നിട്ട് നമുക്ക് ഇത് മറ്റേ പോസ്റ്റ് ചെയ്യാം. ഇത് അതായത് ഫോട്ടോ വരുമ്പോ എന്നാ പറയുക, പുറകെ ഏർത്താ ഫുള്ള്. നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പം പുറകെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, അതിന് പകരം നമ്മൾ ഒരു സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോ വരും, എന്നിട്ട് ബാക്കി നമ്മൾ എർത്തിന്റെ ഇമേജ് വരും. എഡിറ്റ് ചെയ്യുന്നതാണോ അതോ? അല്ലടാ, അവിടെ മേളിൽ സാറ്റലൈറ്റ്, അത് ഇമേജ് ഇവിടുന്ന് വിടുക, ആ ഫോട്ടോ ആ സ്ക്രീനിൽ അപ്പോൾ വരും, അവിടെ സ്പേസിൽ ആ സാധനത്തിന്. കുറച്ചാളായിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് അത് കേടാവുന്നതിന് മുമ്പ് നമുക്ക് അയച്ചു കൊടുക്കണം. സാധനം അടിച്ചു കൊടുക്കുന്നത് അടിച്ചു പോകുന്നത്. ഏത് രാജ്യക്കാരൻ? അമേരിക്കക്കാരും എല്ലാവരും അമ്മാർക്കല്ലേ കുഴപ്പമില്ല. എടാ പക്ഷേ അവരുടെ എലോൺ മസ്ക് ആ ലെവൽ, ഇത് ചുമ്മാ ഒരു സാധാ നമ്മളെ പോലെ ഒരു കണ്ടന്റ് ഒരു യൂട്യൂബിൽ ഒരുത്തൻ പോടാ. അല്ലാതെ ഇത് മറ്റേ ഗവൺമെന്റിന്റെ നാസ കിട്ടുമൊന്നും അല്ല. അവൻ സാറ്റലൈറ്റ് ഉണ്ടാക്കി കിട്ടാ. അവനെന്തോ പാർട്ണർഷിപ്പ് ഒക്കെ വഴി ആൾക്കാരെല്ലാം കൂടെ എത്രയോ 5 മില്യൺ ആണ്ട് ചെലവായി അവനത് വിട്ടു മേളോട്ട്. വലിയ കണ്ടന്റ്. എടാ നീ അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ചേക്കും. നമുക്കാണെങ്കിൽ രാവിലെ എണീക്കാ, പണിക്ക് പോവാന്നുള്ള മൈൻഡ് സെറ്റ് ഒമ്മാരൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 9 to 5 ജോലി ചെയ്യുകയാണെങ്കിൽ 9 മണി to 5 മണി 8 മണിക്കൂറോ 8 മണിക്കൂർ വേറെ ആരോ അതെ നമ്മളല്ല. നമ്മൾ ആ ഓഫീസിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മൾ ആ 8 മണിക്കൂറത്തേക്ക് നമ്മളല്ല, നമ്മൾ വേറൊരാളായിട്ട് അഭിനയിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മേളോട്ട് നോക്കിയാൽ മറ്റേ ഫ്ലൂറസെന്റ് വെള്ള കളർ ലൈറ്റ് എല്ലായിടത്തും നല്ല വെട്ടം. ഈ ഒന്ന് ആശ്വാസമായിട്ട് മേളോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല, കണ്ണടിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ 8 മണിക്കൂർ, നമ്മുടെ ജീവിതത്തിന് 8 മണിക്കൂർ ഒരു ദിവസത്തെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ക്രിയേറ്റീവ് ആവാനുള്ള ഇല്ല. പിന്നെ നമ്മുടെ അച്ചാർ ഊറ്റിയിട്ട് നമ്മൾ ഡ്രെയിൻഡ് ആയിട്ടാണ് തിരിച്ചത്. ഭയങ്കര ഡ്രെയിനിങ്. അതേസമയം ഇവന് ഇങ്ങനത്തെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് അത് ചെയ്യണം. ഇപ്പൊ നമുക്കാണേലും ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ തവണ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റിയും മീൻസ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് അതെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഇങ്ങനെ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റും ഉണ്ട്, ക്രിയേറ്റീവ് ആ സാധനം. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷവും നമ്മുടെ ഒരു ക്രിയേറ്റീവ് ജ്യൂസസ് എല്ലാം ഫ്ലോ ചെയ്യുക. മറ്റേന്ന് പറഞ്ഞാൽ ഫുള്ള് കണക്ക് ഈ സാധനങ്ങള് ബാക്കി ലോജിക്കൽ സാധനം. മറ്റേ നമ്മളെ മെന്റലി ഷാർപ്പ് ആക്കും, പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടും. അതായത് ഈ ഒരു നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ഡൗൺ ആയി പോകും. അതാ നമ്മൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാർപ്നെസ്സും നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങും ആ സാധനങ്ങളാണ് ഡെവലപ്പ് ആയി വരുന്നത്. നമ്മൾ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ നമ്മൾ അഭിനയിക്കുക വേറൊരാളായിട്ട്. നിനക്ക് തോന്നുന്നുണ്ട് ആ ഓഫീസിൽ ഇരിക്കുന്ന ഞാനല്ലേ നീ ശരിക്കും ഉള്ള നീ എന്ന്? അല്ല നമ്മൾ പക്കാ ഫ്രോഡ് കളിക്കുക 8 മണിക്കൂറത്തേക്ക് ഒരു ദിവസം. എല്ലാരും അഭിനയിക്കുക 8 മണിക്കൂർ അഭിനയിക്കുക ഡെയിലി. ബാക്കിയുള്ളവര് ചിലവര് അത് കഴിഞ്ഞു അഭിനയിക്കുന്നവരുണ്ട്. ഫുള്ള് അഭിനയിച്ചാ ജീവിക്കുന്നത്, വേറൊരാളായിട്ട് നമ്മൾ അഭിനയിക്കുക. അത് നമ്മുടെ പഴയ സ്വഭാവം ഇപ്പോഴത്തെ ഇതോടെ വെച്ച് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഇമെയിൽസ് അയക്കുക നമ്മള്, കുഡ് യു പ്ലീസ്, നമ്മള് ഭയങ്കര പൊളൈറ്റാ. ഒന്നെടുത്ത് താഴെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കും, ഒന്ന് ചെയ്ത് താഴെ നീ എന്തുവാടേ ചെയ്യാത്ത, അങ്ങനെയൊക്കെ കുഡ് യു പ്ലീസ്. അതാ ഫുൾ അഭിനയമല്ല. പക്ഷെ അത് ചെയ്തേതില്ല. എനിക്കിപ്പോഴാണല്ലോ ആർക്കാണ് മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും അത് കൈൻഡ്ലി എടാ കൂട്ടുകാർക്ക് മെസ്സേജ്, എടാ ഞാനത് ആലോചിച്ചു, എടാ ശരിയേ ഇത് ഞാൻ ഭയങ്കര ഫോർമൽ ആയിട്ടാണല്ലോ അങ്ങനെ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ വരുമ്പോ മറ്റേ ഇംഗ്ലീഷ് വാക്കുകളാണ് കയറി വരുന്നത് മെസ്സേജിന്റെ ഇടയ്ക്ക്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ
അല്ല ഫുള്ള് ഇതായിരുന്നല്ലോ അവരാധം. വർത്താനം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ തന്നെ ചില മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് ഞാൻ തന്നെ ദൈവമേ ഇതെന്തോ ഇത് ഭയങ്കര പൊളൈറ്റ് ആയി താങ്ക് യു കുഡ് യു പ്ലീസ് ഇതൊക്കെ പറയുന്നു ആൾക്കാർ. എന്നോട് ഒരുത്തും ചോദിച്ചു, എടാ നീ എന്ത്, ആരോ ഒരാളെ ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എടാ നീ എന്തോടെ ഇങ്ങനൊക്കെ കൈൻഡ്ലി നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച 100 രൂപ കൈൻഡ്ലി തിരിച്ചു തരാൻ, കൈൻഡ്ലി തിരിച്ചു താന്നൊക്കെ. ഇത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയി പോയി. അത് എനിക്ക് നിനക്കും അത് തോന്നിയത്. എനിക്കിപ്പോ അതേ ലിറ്ററലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാനത് ചിന്തിച്ച്, ഇത് ഞാൻ ഇങ്ങനല്ലല്ലോ മെസ്സേജ് അയക്കാറുള്ളത്. മറ്റേ എന്ത് മെസ്സേജ് റിപ്ലൈ വന്നാലും താങ്ക് യു അയക്കും. ഭയങ്കര ഡീസെന്റ് ആയോ, കാരണം നമ്മള് മെയിൽ ഇങ്ങനെ അയക്കുമ്പോ ഇതെല്ലാം നമ്മളത് കണ്ടീഷൻഡായി അങ്ങനെ. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറി. ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞായറാഴ്ച കിടന്നുറങ്ങാൻ പറ്റത്തില്ല, രാവിലെ 6 മണിക്ക്. ഞാൻ ആലോചിച്ചു ഈ ശനി ഞായർ ഇന്ന് 2 ദിവസവും കിടന്നുറങ്ങണം, അല്ലാത്തപ്പോ നമ്മൾ അലാറം വെച്ചാലും എണ്ണീക്കത്തില്ലേ. രാവിലെ 6:30-7 മണിയൊക്കെ ഇങ്ങനെ എണ്ണീറ്റിരിക്കുവോ, എന്തിനാ ഒരു കാര്യവുമില്ല, വെറുതെ എണ്ണീറ്റ് നിന്ന്. ഞാൻ ആലോചിക്കും ഇതന്നെ ഉറങ്ങ്. പിന്നെ വേറെ വെച്ചാൽ മറ്റേ സൈഡിലോട്ട് തിരിഞ്ഞ വെട്ടമടിക്കും. അതൊന്ന് രാവിലെ എനിക്കൊന്ന് വെളിച്ചം വരുമ്പോ തന്നെ എണ്ണീക്കുന്നതായിരിക്കും. പക്ഷെ എന്നാ തിരിഞ്ഞു കിടന്നാലും ഇതാ അവസ്ഥ. കഷ്ടം ഉറങ്ങാൻ രാത്രിയാണ് താമസിച്ചേ കിടക്കത്തുള്ളൂ. എല്ലാ ദിവസവും രാവിലെ തലവേദന ആയിട്ടുണ്ട്. അത് സത്യടാ. മറ്റേ ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് രാവിലെ എണീക്കുമ്പോ തലവേദന. ഒന്നാമത്തെ കാര്യം രാത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയില്. ഭയങ്കര പന്നയാളാ ഇത്. നമ്മുടെ ഇത് ആ ഒരു ട്യൂണിങ്ങേ മാറിപ്പോയി ലൈഫിന്റെ. മറ്റേന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കറക്റ്റ് ഉറക്കം കിട്ടിയാൽ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങിയാലും നമുക്ക് പറ്റത്തില്ല. 5 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റത്തില്ല. അതിന് മുമ്പ് എണ്ണീക്കോ. ഈ ഞാൻ എങ്ങനെ പോയി കഴിഞ്ഞാലും രാത്രി കിടക്കുമ്പോ ഒരു മണിയൊക്കെ ആവും. പക്ഷെ എന്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ മെയിൻ കാര്യം ഞാൻ ആ ഇൻസ്റ്റഗ്രാം നിർത്തിയ സമയത്ത് എനിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നോക്കിയിരിക്കുന്ന ഏറ്റവും പണ്ട് നമ്മൾ മറ്റേ വീട്ടുകാർ പറയുന്നത് തലവേദന, കുറച്ചേരം കൂടെ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക, കുറച്ച് സത്യമാ. ഇപ്പോഴാണ് മനസ്സിലായത്, സത്യമാ. ഈ ഫോൺ തന്നെ എല്ലാത്തിനും കാരണം പുല്ല്. അയ്യോ, ഇപ്പൊ എല്ലാ ദിവസവും തലവേദനയാണ്. എനിക്കാണ് ഇപ്പോഴും തലവേദന എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ട്. ചെറിയ ഉറക്കം കറക്റ്റ് ആവുന്നില്ല, അതാണ് ഏറ്റവും മൊത്തത്തിലുള്ള ആ റൊട്ടീനെ മാറിപ്പോയി. പിന്നെ എപ്പോഴും സ്ക്രീനില്ല കണ്ണ്, ഒന്നേ ലാപ്ടോപ്പ് അല്ലേ ഫോൺ, എപ്പോഴും എന്തേലും ഒരു സ്ക്രീനിലോട്ട്. ഇപ്പൊ തന്നെ ഈ മറ്റേ പച്ചപ്പൊന്നും ഇങ്ങനെ അങ്ങോട്ട് റെൻഡർ ആവുന്നില്ല. ഇത് ഈ മലയും ഇതൊക്കെ കണ്ടിട്ട് ഈ സാധനത്തിന്റെ പേരെന്നെ മരം, പേര് വരെ മാറുന്നു. ഇതൊന്നും കാണുന്ന പോലെ. നമുക്ക് ഇതായിട്ട് കുറച്ച് നടക്കാൻ പോകും. ഒരു വോക്കടിച്ച് പോയി ഒരു കോഫി. തെങ്ങോ ഫ്ലാറ്റിനകത്ത്? അത് ഇവിടുത്തെ കുറെ ഫാന്റസീസ് ഇതൊക്കെ. ചെടി, തെങ്ങോ ഫ്ലാറ്റിനകത്ത് പാർക്കിംഗ് ഒരു തെങ്ങിരിക്കും. 1 4 പാം. അയ്യോ, അതെ. ഈ പൂവിന്റെ ഒക്കെ കളർ ഇപ്പോഴും ഇച്ചിരി ഫ്ലറിഷ് ആയത് കാക്കയൊക്കെ പറന്നു പോകുന്നു. ദൂരെ ഒരു കൊക്ക്. ഇവിടെ വേറെ ജീവികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ബോംബെയില്. അവരുടെയൊക്കെ ലൈഫ് എന്താണ്? നമ്മളിങ്ങനെ പറയുമ്പോഴായിരിക്കും എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാം. അപ്പോഴായിരിക്കും തല വന്ന് അപ്പിട്ട് വെക്കുന്നത് പ്രാവൊക്കെ. ശരിയാണ്. That is a beach. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് മാറിയിട്ട് കുറച്ച് മല സൈഡിലോട്ട് ഒരു 2 ദിവസം ഭയങ്കര ഒരു ആഗ്രഹം. 2 ദിവസം പോയി വെറുതെ ഇങ്ങനെ കിടക്കണം. എനിക്ക് 2 ദിവസമല്ലേ, എനിക്ക് അങ്ങ് ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് കുറെ ആവുമ്പോ അത് മടുക്കണം നമുക്ക്. ഇത് പക്ഷെ കുറെ ആവണ്ട. ഇപ്പത്തെ ഒരു 5 മിനിറ്റ് ഇന്നലെ തന്നെ ഇത് മടുക്കും. മറ്റേത് കുറെ ആവുമ്പോഴല്ലേ അല്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് സ്റ്റിക്ക് ഓൺ, എന്റെ ഒരു ഇത് പറയോ, കുറച്ച് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു അടുപ്പിച്ച് സെയിം കാര്യം തന്നെ ചെയ്യുമ്പോൾ മടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് കാരണം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് ഏരിയ, എനിക്ക് സ്വന്തമായിട്ട് ഒരു റിമോട്ടായ സ്ഥലത്തൊരു സ്ഥലം വേണം എന്ന് എൻ്റെ ആഗ്രഹം. ഒരു ഗോൾ, അവിടെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒറ്റയ്ക്ക് വേണമെന്നില്ല, എല്ലാവർക്കും വരാം. പക്ഷെ അവിടെ എനിക്ക് അങ്ങനെ ചില്ല് ചെയ്യാനൊരു സ്ഥലം വേണം. നമുക്കിപ്പോൾ എപ്പോൾ പോവാം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒന്നും ചിന്തിക്കാതെ, അതായത് റൂം ബുക്ക് ചെയ്യണ്ട, രാത്രി മറ്റേ ചെക്ക് ഇൻ ടൈം നോക്കണ്ട, എത്ര പേര് വേണമെന്ന് നോക്കണ്ട, ജസ്റ്റ് പോയി ഒരു കോഴിയെ മേടിക്കുക, ബാർബിക്യൂ അടിക്കുക, 2 ബിയർ സെറ്റ് ചെയ്യുക. അത് നല്ലൊരു എനിക്ക് അങ്ങനെ ഒരു സ്ഥലം വേണമല്ലോ, ആഗ്രഹമുണ്ട്.
ഒന്നില്ലെങ്കിൽ വല്ല മലയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ബീച്ച് പോലെ ഏതെങ്കിലും ബീച്ച് അല്ല മല, ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പം ഈ ലോകത്ത് ഇങ്ങനെ ഉള്ള സ്ഥലമുള്ളമാരുണ്ടല്ലോ, അവർക്ക് അവിടെ ഒന്നും പോകാൻ സമയമില്ല, അതാണ് സത്യം. അവരുടെ മക്കളായിരിക്കും പോകുന്നത്. അത് ശരിയാ, അത് ശരിയാ കേട്ടോ. മറ്റേ ഉണ്ടാക്കുന്നവന് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, അത് അനുഭവിക്കാൻ പറ്റുന്ന ഈ കൊച്ചു കഴിവറൊക്കെ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പോകാൻ പറ്റത്തില്ല. ബൈ ഗോഡ് ഗ്രേസ് നമുക്ക് അങ്ങനെയില്ല. അല്ല എന്നാലും ബാക്കി ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലക്കിയാ. അതല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള അതല്ല നമ്മളിപ്പോ പറഞ്ഞതല്ലല്ലോ, നമ്മള് മറ്റേ ഒറ്റയല്ലേ ചെറിച്ചല്ലേ പറഞ്ഞ. ഓ പുള്ളിക്ക് ഇങ്ങനെയുള്ള ഫാന്റസീസ് ഒന്നും ഇല്ല. അവൻ തന്നെ 2 റോക്കറ്റും വിട്ട് നടന്നാ ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്നാ കാണിക്കാനോ. അല്ല ഇത് പുള്ളി നമ്മുടെ ഫാന്റസി ഇതായിരിക്കുമ്പോ പുള്ളിയുടെ ഫാന്റസി ചിലപ്പോ അതായിരിക്കും. അതാ നമ്മുടെ ഓരോ ഫാന്റസി ഇല്ലയോ. പുള്ളി മറ്റേ നീ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഇപ്പൊ നമ്മളിത് ചെയ്ത് ക്രിയേറ്റീവ് സൈഡ് ഓണായി പുള്ളിക്ക് മറ്റേ സയന്റിഫിക്കൽ സൈഡ് ഓണായതായിപ്പോയി, റിയാലിറ്റി കട്ടായി പോയി. ഇവിടുന്ന് ഭൂമിയിലേ നിക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോണോന്നല്ലേ, അവന് ഈ ഭൂമിയിലേ നിക്കണ്ടത്. ചന്ദ്രന് പോയി സ്ഥലം വാങ്ങി മാർസിൽ പോണം. നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് റിമോട്ട്, അവര് റിമോട്ട് സ്ഥലം അവിടെ മാർസി. പുള്ളിക്ക് ഇവന്മാരെയൊക്കെ വിട്ട് അവിടെ പോണം. പക്ഷെ അങ്ങനെയൊക്കെ വല്ല എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇത് തന്നെ ആഗ്രഹമല്ലാതെ എവിടുന്നേലും പോയാ മതി. ശരിയാ, നമ്മുടെ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ചിന്താഗതി ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, സന്തോഷമായിട്ടിരിക്കുക. പക്ഷെ അവരുടെ കൺസ്ട്രെയിൻസ് അവരെ പിടിച്ചു നിർത്തുന്നു. പൈസ അതാണ് ആകെയുള്ള കൺസ്ട്രെയിന്റ്, വേറെ കൺസ്ട്രെയിന്റ് ഒന്നും ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ആലോചിക്കും, നമുക്കൊരു സർക്കിൾ കാണുമല്ലോ. ഇപ്പം നമുക്ക് ചില സർക്കിളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ അവിടെ ഇരിക്കേണ്ടവരല്ല, നമുക്ക് ഇത് ആ വൈബ് നമുക്ക് ആദ്യമേ കിട്ടും. നമ്മളിവിടെ നമ്മുടെ വൈബ് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള വൈബ് ഇതല്ല, നമുക്ക് അവിടെ പോകേണ്ടത്, നമ്മളവിടെ പോകും. പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ വേറെ ചിലർ കാണും എൻ്റെ വൈബ് ഇതല്ല, അതുപോലെ ചിന്തിക്കും. നമ്മൾ ഏത് സർക്കിളിൽ പോയാലും ഇപ്പം ഞാൻ നിന്റെ ഒരു സർക്കിളിൽ വരിക, എനിക്ക് പറ്റും, നിന്റെ സർക്കിൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നമ്മുടെ വൈബല്ല, കാരണം ഇച്ചിരിയും കൂടെ വേറൊരു ലെവലിലാണ്. പക്ഷെ അതേസമയം നീ ഇതുപോലെ വേറെ അവിടെ പോകുമ്പോൾ ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ വരണം. അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു അത് ലിവിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു, പൈസ ആയിട്ട് അത് ഫുള്ള് കണക്റ്റഡ്. ഇപ്പം ഭയങ്കര പൈസ ഉള്ള ആൾക്കാർ ചിലപ്പം മില്യനേഴ്സിൻ്റെ കൂടെ നടക്കത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. സെലിബ്രിറ്റീസിന്റെ കൂടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അല്ലാതെ വേറെ അവർക്ക് ഒന്നാമത്തെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാരും അവരെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, ഈ സർക്കിൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാനേ തോന്നുള്ളൂ. അപ്പം എല്ലാവരും പറയാം നമ്മൾ ആ സർക്കിളിലോട്ട് ആവാൻ ശ്രമിക്കണം എന്ന്. പക്ഷെ നമ്മളെന്തിനാ ആ സർക്കിളിലോട്ട്, നമുക്കത് പറ്റത്തില്ല, അത് താല്പര്യമില്ല. അല്ല, നമുക്ക് നമ്മളുടെ ഒരു വൈബുണ്ട്, ആ വൈബുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഒത്തുചേർന്ന് പോവുക. അതില്ലാന്നെങ്കിൽ ഇല്ല, എന്തിനാ നമ്മൾ ശ്രമിക്കുന്നത്, എന്തിനാ അതിന് വേണ്ടിയിട്ട്. ഞാൻ വായിച്ചതാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓർഗനൈസ് ചെയ്യാൻ പറ്റും 150 പേര്, 50-150 അങ്ങനെ. അത്രയൊക്കെ പറ്റുമോ? മാക്സിമം അത്രയും പറ്റത്തില്ല, അതിൽ കൂടുതൽ പോയാൽ അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാവുന്ന സയന്റിഫിക്കലി പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്രയും ഒന്നും പറ്റുമോ. 10 പേരെ 50 ആണോ 100 ആണോ അറിയത്. പക്ഷെ അതാണ് ഒരു കണക്ക്. എടാ 10 പേരാണെങ്കിലും അതിനകത്ത് ഒരുത്തന്നെ കുത്തിത്തിരിക്കാനുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അവിടെ പോകാം. അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് നീ 150 എന്നൊക്കെ പറയുന്ന ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റിയാ. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് പേര് അല്ലെ, വേണ്ട 10 വേണ്ട, ഒരു 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഒന്ന് വെച്ചോ. അതിനകത്ത് ഒരാൾക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു രീതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരിത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവൻ അതിനകത്തുനിന്ന് മാറാൻ ശ്രമിക്കും. കൂടെ ഉള്ളവരെയും കൂടെ അതിനകത്തുനിന്ന് 1-2 പറഞ്ഞ് എല്ലാരെയും കൊണ്ടുപോകണം. എല്ലാം ഇപ്പൊ ഓരോ ട്രേഡ് യൂണിയനും അസോസിയേഷനും ഒക്കെ അടിച്ചു പിരിഞ്ഞ ചരിത്രമല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇപ്പൊ എത്ര ആൾക്കാർ കൂടുന്തോറും, അതായത് ഒരു മെയിൻ കാണും എല്ലായിടത്തും, ആ മെയിൻ പറയുന്ന പോലെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പത്തേക്ക് ഒരു റബൽ എന്തായാലും വരും അത് ചോദ്യം ചെയ്യാൻ. അപ്പൊ അവന് മനസ്സിലായി ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, അവന്റെ ആൾക്കാരെയും വിളിച്ചോണ്ട് സ്പ്ലിറ്റ് ആയി പോകും. ഇപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ട്, നീ പറയുന്നത് ഞാനും കേൾക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇപ്പൊ എന്തുവാന്നുള്ള ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിൽ നിൽക്കുന്നത്. നാളെ വേറെ ഒരുത്തൻ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും. ഇപ്പം 2 പേരാണെങ്കിലും ചിലപ്പം ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവാം. പിന്നെ അത് കൊണ്ടുപോകേണ്ടതെന്ന് എങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു
ഒരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഇപ്പോൾ ഒരാളെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ആൾക്കാർ കൂടുന്തോറും അവിടെ വിള്ളല് വരും, എപ്പോഴും വിള്ളല് വരും, ഉറപ്പായിട്ടും വരും. ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ നോക്കിയാൽ മതി, അടിച്ച് പിരിയുക. എത്ര അസോസിയേഷൻ ഇവിടെ ഉള്ളത്, എത്ര ട്രേഡ് യൂണിയൻ. ഒരുത്തിനെ പിടിച്ചില്ല, അപ്പം കുറച്ച് പേര് അവരോടെ പോയി, കുറച്ച് പേര് ഇവരോടെ പോയി. അതാണ് സംഭവം. അത് എല്ലാ ജീവികളിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ പട്ടികളാണെങ്കിൽ തന്നെ വേറെ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പട്ടികൾ തന്നെ വിറ്റ രാവിലെ 11 ഇനി നമുക്ക് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറയ്ക്കാം, വന്നിട്ട് കുറച്ചിട്ട് അന്നാ ഓക്കെ ശരി നാളെ കാണാം ഇതേ സമയം പോയേക്കാം. അതോ അവര് ടൈമിങ് വെച്ചിട്ടാ കുറയ്ക്കുന്നത്. വന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൊണ്ടിരിക്കും. കുറച്ചേരം കഴിയുമ്പോ തന്നെ എല്ലാരും നിൽക്കും, പിരിഞ്ഞു. എല്ലായിടത്തും ഉണ്ട്. അതുപോലെ മറ്റേ രാവിലെ കിളികൾ കിളയ്ക്കുന്ന മറ്റേ കരിയില കിളി എന്ന് പറഞ്ഞ ബ്രൗൺ കളർ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതും ഇതുപോലെ രാവിലെ മനുഷ്യന് ഉറക്കം കണ്ടെത്താനായിട്ട് വീടിന്റെ അവിടെ കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് ഇതുങ്ങൾ ഭയങ്കര സൗണ്ടാണ് എന്ന് പറഞ്ഞു. ചീവിയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ചീവിയുടെ എന്തോ കിടന്ന് കാണിക്കുന്നത്. അതിന് തന്നെ ഒരു ഒച്ചയാകുമ്പോ ഒരെണ്ണം തുടങ്ങും, കുറച്ചേരം കഴിയും, എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കാ സീൻ. അത് കൊള്ളാം, നൈസ്. കാറ്റുണ്ടെങ്കിലും ചൂടും ഉണ്ടല്ലേ, വേർക്കുന്നുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് വേറൊന്നും കൊണ്ടല്ല, മുടിയില്ല അതുകൊണ്ടാ. പിന്നെ അതിലെന്തോ അല്ല, എനിക്കിപ്പോ തൊപ്പി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. തൊപ്പി ഇടുന്ന ഒരു നൈസായിട്ട് എനിക്ക് തോന്നുന്നത്. ചേരുന്നുണ്ടോ? ഞാൻ തൊപ്പി ഇടുമ്പോ എന്തോ ഒരു നൈസായിട്ട് എനിക്ക് തോന്നുന്നു. മുടിയുടെ മാത്രല്ല, മുടി വലിയ സീനൊന്നും ഇല്ല, ഞാൻ ജീവിച്ചോളാനുള്ള മുടിയൊക്കെ ഉണ്ട്. ജീവിച്ചു പോകാൻ മുടി എന്തിനാ? അതറാ, നമുക്ക് ജീവിച്ചോളാം, ആവശ്യത്തിനുള്ള മുടിയൊക്കെ ഉണ്ട്, സീനൊന്നും ഇല്ല. പക്ഷെ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട് ഉടനെ ഇതെല്ലാം കൂടെ പോകുന്നു. മറ്റേ ട്രാൻസ്പ്ലാന്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, ഒരുത്തിന് തലയെല്ലാം വീർത്തു വന്ന് സീന എന്തോ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ അതാ എന്തൊക്കെ അത് ലാഭിക്കാൻ നോക്കുന്ന വേറൊന്നും അല്ല. 1 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രൊസീജിയർ ചെയ്യാം. ഒരാളെ വന്ന് എന്നോട് പറയും 20,000 രൂപയ്ക്ക്. അത് അത്രയും വില കുറയണമെങ്കിൽ എന്തേലും കാണുമല്ലോ. ഇപ്പൊ നമ്മളൊരു സാധനം മേടിക്കുവാണെങ്കിൽ ഒരേ സാധനം അവര് പറയുക എന്നാ ഈ സെയിം സാധനം ഒരാൾ പറയുന്നത് 50,000 രൂപ, ഒരാൾ പറയുന്നത് 30,000 രൂപ. അതിലെ വ്യത്യാസം, ഇതിൽ ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇതിന്റെ ടെസ്റ്റിങ്ങിലും ഇതിന്റെ മെറ്റീരിയൽസിലൊക്കെ. അതിലെ ഏതായാലും ഒരെണ്ണം എടുത്ത് കളയുമ്പോഴാണ് ഈ വില കുറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ലാഭിക്കാൻ നോക്കും തോറും ക്വാളിറ്റി കുറയും. ഇതേതോ ചട്ടനാണ്ട് കൊണ്ട് മറ്റേ പിറാന ഏതാണ്ട് കേട്ടോ, മറ്റേ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ ഏതാണ്ട് കൊണ്ട് തലയിട്ട് അവന്റെ ഞാൻ കണ്ട ഫോട്ടോ കണ്ടോ, അവനെന്ന് കരയുന്ന മലയാളിയല്ലേ? മലയാളിയാണോ? ഒരു മലയാളിയുടെ ഞാൻ കണ്ടു, വേറൊരു പുള്ളിയുടെ ഞാൻ കണ്ടു. മലയാളി കിടന്ന് ഇങ്ങനെ കരയുന്ന ഞാൻ കണ്ടു. അവനെ പേടിച്ചു പോയി, ഭയങ്കര ട്രോമയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കറിയാം? നീ ഒന്ന് ആലോചിച്ച്, മുടി വെക്കാൻ വേണ്ടി രാവിലെ ആയപ്പോ തലേ തൊലിയൊന്നുമില്ല, മറ്റേ അവന്റെ എല്ലൊക്കെ വെളി വന്നു, സ്കള്ളിന്റെ ഇതൊക്കെ വെളി വന്നു. അത് അത്രയും അവനെ അറിഞ്ഞില്ലേ? എടാ എനിക്ക് തോന്നുന്നു ഇൻഫെക്ഷൻ ആയ വല്ല കാര്യം, അല്ലാതെ അവര് ബാക്ടീരിയ മനഃപൂർവ്വം കൊണ്ടിടുന്നത്. ബാക്ടീരിയ വന്ന് മറ്റേ ഇൻഫെക്ഷൻ ആവുന്നത് ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോ എന്തെങ്കിലും വേറെ എല്ലാം സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റോ എന്തേലും ഒക്കെ വല്ല എക്സ്പയർ ആയ സാധനമൊക്കെ ആയിരിക്കും തല വലിച്ചു കയറ്റി. അതാ നമ്മളുടെ ബോഡിയിൽ എന്തോ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് നാച്ചുറൽ ആയിട്ടല്ലാത്ത വേറെ എന്ത് സിന്തറ്റിക് ആയിട്ടുള്ള സാധനം അതിന്റെ സൈഡ് എഫക്ട് നമ്മളതിനെ ഇപ്പം ആര് എന്തൊക്കെ സൈഡ് എഫക്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ഒരു സൈഡ് എഫക്ട് വരും. ഇപ്പൊ തന്നെ മറ്റേ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നിന്റെ അത് എന്തിനുള്ള മരുന്ന്? അത് ക്യാൻസറിന്റെ അതിന്റെ സൈഡ് എഫക്റ്റ് ആ വണ്ണം കുറയുന്നത്. അപ്പൊ അത് ആൾക്കാർ പക്ഷെ നീ ഇപ്പൊ നോക്കിയാൽ മതി, എല്ലാരും ഇപ്പൊ മെലിഞ്ഞോണ്ടിരിക്കുക, എസ്പെഷ്യലി ബോളിവുഡിനകത്തൊക്കെ. അത് ഭയങ്കര ദോഷമാണ് സാധനം. അങ്ങനെ നമ്മൾ എന്തുവാ ചുമ്മാ കുറച്ചാളെ തിന്നായിരുന്നു, ജിമ്മിൽ പോയാൽ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാവും, കാരണം ഭയങ്കര പാടാ അത്. എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കമ്മിറ്റ് വേണം, കമ്മിറ്റ്മെന്റ് വേണം. നമുക്ക് കുറച്ച് ഡിസിപ്ലിനും കമ്മിറ്റ്മെന്റും ഇല്ലെങ്കിൽ അത് ആ ഒരു സമയത്ത് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. പക്ഷെ വഴിയില്ല, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന സാധനം വേറൊന്നുമില്ല, മടി അത്രേ ഉള്ളൂ. തിന്നാനുള്ള ആഗ്രഹവും മടിയും ഇതേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് ജിമ്മിൽ പോകുന്നതല്ല ടാസ്ക്, തിന്നാതിരിക്കുന്നതാണ് കറക്റ്റ്. പക്ഷെ നീ ഒരു നല്ല വർക്കൗട്ട് ചെയ്യുക, നല്ല ഒരു ദിവസം നല്ല പണിയെടുത്ത് വേർത്ത് കുളിച്ച് വൈകുന്നേരം നീ ആദ്യമേ തിന്നാൻ ആലോചിക്കുന്നതന്നെ മറ്റേ ഇതൊന്നുമല്ല. ഇപ്പം എന്തോ ഫാസ്റ്റ് ഫുഡ് എന്താ പറയുക, ബർഗറോ അതൊന്നും അല്ല പറയുന്നത്. നല്ല നിനക്ക് ന്യൂട്രീഷനാണ് നിനക്ക് വേണ്ട, നല്ല പ്രോട്ടീനും കാർബും ആണെങ്കിൽ നല്ല ഭക്ഷണം നീ അതിനൊക്കെ ക്രേവ് ചെയ്യും. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ
പണ്ട് ഇപ്പൊ വരുന്ന മൊത്തം ബംഗാളികളാണ്, അവന്മാരല്ല. പണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ പറമ്പിലൊക്കെ പണിയെടുക്കാൻ ആൾക്കാർ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല പട്ടി പണിയാണ് എടുക്കുന്നത്. അത്രയും വെയിലത്തൊക്കെ നിന്നിട്ട് അവര് കഴിക്കുന്നത് എന്തോ ചോറ് ഒരു കറി അവരതാ കഴിക്കുന്നത്. അവരപ്പോഴും ഹെൽത്തിയാണ്. അതും വീട് വലിച്ചോണ്ടാ അവരത് കിളക്കുന്നത്. നോക്കണം എന്ന് പറഞ്ഞാൽ അമ്മാര് കഴിക്കുന്നതിന്റെ ഇരട്ടി അമ്മാരെ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. വൈകുന്നേരം വരെ പണിയെടുക്കുകയെന്ന് പറയും. എന്ത് ഇത് അത് പറഞ്ഞപ്പോ ഇതുപോലെ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ ഇതുപോലെ എൻ്റെ അപ്പൂപ്പൻ ഒരു പ്രാവശ്യം, ഞാൻ സ്കൂളിലോ കോളേജിലോ എന്തോ പഠിക്കുന്ന സമയത്ത് പുള്ളി ഇതുപോലെ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നേരം കുറച്ച് മണ്ണൊക്കെ ആയിട്ടാണ്. പുള്ളി ഇങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, പുള്ളിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമുണ്ട്. പുള്ളി ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇനിയിട്ട് അയ്യ അങ്ങോട്ട് കളച്ച് ഒറ്റ മാസം കൊണ്ട് പുള്ളിയുടെ മറ്റേ വയറൊക്കെ പോയി ഫ്ലാറ്റായി. പുള്ളി കഴിക്കുന്ന എന്തുവാ ചോറ് ഇങ്ങനെ കൂന 2 നേരം ചോറ് കഴിക്കും. അത് ഒരു തവണയല്ല 2 തവണ. നമ്മളിവിടെ മറ്റേ അളന്നൊക്കെ കൂടിപ്പോയോ അങ്ങനെ നോക്കി കഴിച്ചിട്ട് പോലെ നമ്മൾ അത്രയും വർക്ക് ചെയ്യുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക കാർണിയല്ലയോ ചെയ്യുന്നത്. ചായമാരൊക്കെ ചുമ്മാ വിഷയം. രാവിലെ ഇറങ്ങി മറ്റേ കുരുമുളക് വെക്കാനും ഇതൊക്കെ എന്നെ മൈൻഡാണ്. ഒരു കാര്യം നമുക്ക് ഇവിടെ ഒന്ന് കിളക്കാം, ആ മൈൻഡില്ല അവരുണ്ട്. മറ്റേ റബ്ബർ ടാപ്പിങ് അതെല്ലാം അവര് ചെയ്യും. എടാ അതാ ഇവര് ചുമ്മാ ഇരിക്കത്തില്ല. നമ്മൾ ഒരു ദിവസം എങ്ങനെ അത് ഈ നമ്മൾ എങ്ങനെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ ഈ നമ്മൾ ഓഫീസിൽ നിന്ന് വന്നാല് ആദ്യമേ ഒരു ദിവസം ലീവ് കിട്ടിയാ നമ്മൾ ആദ്യമേ അവിടെ സിനിമയ്ക്ക് പോകണം അങ്ങനെയൊന്നും ഇന്നൊന്ന് ഉറങ്ങണം, അല്ലെ ഒന്ന് അടിച്ച്. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. ഒന്നില്ലെങ്കിൽ അടിച്ച് ലോസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം. ഇത് തന്നെ എല്ലാരും ചിന്തിക്കുന്നത്. കത്തിയില്ല എന്നുള്ള കത്താണ്. അത് പൊട്ടിച്ചാൽ നൈസാ. നല്ല മിൻ്റ ആദ്യമേ ആലോചിക്കാൻ കിടന്നു. ഇവരാലോചിക്കും രാവിലെ ഇന്നെന്തോ പണി, ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് കുഴിച്ച് കളച്ചിട്ടാലും രാവിലെ പോയി കുറച്ച് കുരുമുളക് റബ്ബർ നിൽക്കുക. ഞങ്ങളുടെ ഒരു കുറച്ച് ബാക്കിലോട്ട് നല്ല സെന്റിൽ ഒരു 10-75 മൂട് റബ്ബർ നിൽപ്പുണ്ട്. പുള്ളി ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ആ ഒരു മാസം മൊത്തം നിന്ന് പുള്ളി അത് മൊത്തം വൃത്തിയാക്കി. പുള്ളി മറ്റേ ബോഡിയൊക്കെ ഷേപ്പായി, കട്ടിങ്സ് ഒക്കെ. അത് ബോഡി കുറയ്ക്കാൻ വേണ്ടിയല്ല, അത് ബോണസ് ആയിട്ട് കിട്ടും. പുള്ളിക്ക് മറ്റേ മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളി വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുള്ളിക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങി പോയി നടക്കണം. നമ്മളെങ്ങനെങ്കിലും ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വീടിനകത്ത് എങ്ങനെയെങ്കിലും അത് ആ ഒരു ഫ്ലോയിൽ വന്നാൽ പിന്നെ നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ മറ്റേ ഇത് നല്ലോണം പീക്ക് സമയത്ത്, അതായത് നല്ല കാർഡിയോ കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായി. എപ്പോഴും ഇങ്ങനെ ജില്ലെന്ന് നിൽക്കണം. അല്ലേ നമ്മുടെ ഓടുന്ന സമയത്തൊക്കെ അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അത് ഇഷ്ടമല്ല ചുമ്മാ ഇരിക്കാൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നേരെ കിടക്കുന്നത് തന്നെയാണ് താല്പര്യം. പക്ഷെ ആ ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് പോയായിരുന്നു. ഇരിക്കരുത്, ഇരിക്കുന്നതാണ് സീൻ. ഇരുന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം. ഒരു ഡയറ്റ് കോക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഒരു സിഗരറ്റ്, ഒരു ഡയറ്റ് കോക്ക്. ഇന്നലെ ഞാൻ കുറെ നടന്നു. ഞാനൊരു 5 ഡയറ്റ് കോക്കേലും കുടിച്ചാണ്, 5 എണ്ണമെങ്കിലും. പക്ഷെ എന്ത് സുഖമായിരുന്നു. ആ ഡയറ്റ് കോക്ക് കുടിച്ചു കഴിഞ്ഞാൽ ദാഹിക്കത്തില്ല നമുക്ക്. ഭയങ്കര നമ്മൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ എല്ലാ. കാരണം ആ ഒരു ഒറ്റ ഡ്രിങ്ക് മാത്രമേ ഞാൻ ആ ഒരു സാധനം കണ്ടിട്ടുള്ളൂ. ഡയറ്റ് കോക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പവർ വരും, 2 നമുക്ക് ദാഹിക്കത്തില്ല. പക്ഷെ ബാക്കി നീ വേറെ ഏത് ഷുഗർ കണ്ടന്റ് ഉള്ള സാധനം കുടിച്ചോ, നമുക്ക് ഭയങ്കര അത് കുടിച്ചു കഴിയുമ്പോൾ ദാഹമായിരിക്കും, ആ എനർജിയും പോകും. പിന്നെ ഡൗൺ എങ്ങനെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി, ആ ഒരു സീനാവും. ഷുഗർ ഉള്ള എന്ത് സാധനം ആ തിന്നുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, അത് കഴിഞ്ഞാൽ അത് ക്രാഷ് ആവും. നമ്മൾ ആ ഒരു ഇങ്ങനെ പൊങ്ങിയിട്ട് നേരെ ക്രാഷ് നമുക്ക് ക്ഷീണമാവും, ഉറക്കം വരും ഭയങ്കരമായിട്ട്. പക്ഷെ ഇതാ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങ് ഇങ്ങനെ നിന്ന് പോവുക. ഇതൊരു വൻ കണ്ടുപിടുത്തം തന്നെ കേട്ടോ ഈ ഡയറ്റ് കോക്ക്. കാലറീസും ഇല്ല. നമ്മുടെ നാട്ടിലൊന്നും ഈ സാമാനം കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ ആരും കുടിക്കാറില്ല, അതുകൊണ്ട് ഈ നല്ല കടകളിലൊക്കെ ഉള്ളൂ, അത്യാവശ്യം നൈസ് കടകളിലൊക്കെ. ഞങ്ങളുടെ ഇച്ചിരി വില്ലേജ് ഏരിയ ആണല്ലോ, അവിടെ പോയി ഡയറ്റ് കോക്ക്. പിന്നെ എന്തിനത് കുടിക്കുന്നതെന്ന് ഇവര് ചോദിക്കുന്നത്, നിനക്കത് വയ്യെങ്കിൽ. എടാ സത്യം പറഞ്ഞ ഇന്ത്യയിലെ ആൾക്കാർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിത് സിഗരറ്റ് വലിച്ചോണ്ട് പറയുന്നത്, ഇത് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഉള്ള ഇവിടെ നീ സ്റ്റാർട്ടപ്സ് നോക്കിയാൽ മതി. മറ്റേ ഇത് ഷുഗർ ഫ്രീ ഐസ്ക്രീം ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും, കാലറി കുറഞ്ഞ. പിന്നെ മക്കാന മറ്റേ ലോട്ടസിന്റെ സാധനം, അത് അതിനൊന്നും കാലറി ഇല്ല. അതിനൊക്കെ ഇപ്പൊ ഭയങ്കര മാർക്കറ്റാണ്. കാരണം ആൾക്കാർക്ക് മനസ്സിലായി വർക്കൗട്ട് ചെയ്യണം, ഹെൽത്തി ആയിട്ട് ഫുഡ്. ബേസിക്കലി എന്നാ വണ്ണം ഒക്കെ അല്ലേ, ആ ഒരു അപ്പിയറൻസിന്റെ ഇതിനാണ് മെയിൻ ആയിട്ട്. അപ്പിയറൻസിനെക്കാളും നമ്മള് ബോഡി ഫിറ്റ്
ഫിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഗോൾ വെക്കേണ്ടത്. ഇപ്പം വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഷർട്ട് വലിച്ചാൽ നമ്മളിപ്പോൾ വൈകുന്നേരം ഓടാൻ പോകും. എന്നാൽ ചെറിയ വയസ്സസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. നമ്മൾ എപ്പോഴും ഒന്നും നമ്മൾ കത്തിക്കുന്നില്ല, ആഴ്ചയിൽ ഒരിക്കലോ. ഇതിപ്പോൾ ഒന്ന് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഒന്ന് കത്തിക്കാൻ തോന്നി, അങ്ങനെ കത്തിക്കുന്ന. ഇത് ഏറ്റവും വിഷമാണ് ഈ സാധനം. പക്ഷെ നമ്മളിപ്പോൾ കാണിക്കുന്ന ലോക കോമഡി ഹെൽത്തിനെ പറ്റി മറ്റേ ഒരു മിനിറ്റ്. പക്ഷെ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതാ, നേരെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, ആവശ്യമുള്ളപ്പം ഒരു ഡ്രിങ്ക് അടി, ഒരു ബിയർ കുടിക്കാൻ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോ മറ്റേ കാബ് കട്ട് ചെയ്ത് ഫുള്ള്, എന്റെ മുഖത്തിലെ ആ പഫിനെസ് ഇല്ലേ, അത് പോയില്ലേ ഭയങ്കരമായിട്ട്, നല്ലപോലെ കുറഞ്ഞു. കാരണം ഈ വെള്ളം കെട്ടിക്കാൻ ആ വീർത്ത ഒരു ഫീലിംഗിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഫുള്ളി പ്രോട്ടീനാണ് കഴിക്കുന്നത് ഞാൻ. ഒന്നെങ്കിൽ ഞാൻ ഗ്രിൽ ചിക്കൻ എന്തെങ്കിലും ഓർഡർ ചെയ്യും, മുട്ട പുഴുങ്ങും, മുട്ടയും ഗ്രിൽ ചിക്കനും ഫുള്ള് കട്ടിങ് ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ടും അതുപോലെ ആക്കി. നേരത്തെ ഹെവി വെയ്റ്റ്സ് ലോ റെപ്സ് ആയിരുന്നു, ഒരു 4 റെപ്പ് 5 റെപ്പൊക്കെ. ഇപ്പം റെപ്പ് വല്ല 10 ഉള്ളൂ, പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള റെപ്സാണ് ചെയ്യുന്നത്. കൃത്യം നേരത്തെ ഇത് ബെഞ്ച് പ്രസ് ചെയ്താ കാപ്സിനൊക്കെ കിട്ടിക്കൊണ്ടു, അങ്ങനെയൊക്കെ അടിച്ചു. നമ്മളിവിടെ ചെയ്യുന്ന ഓർമ്മയുണ്ട്. ലാറ്റ് പുൾ ഡൗൺ അടിച്ചാൽ നമുക്ക് ഫോറാമില പമ്പൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനും ഇത് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്, ഡയറ്റ് പിടിക്കാൻ തുടങ്ങിയില്ല. എനിക്കൊന്ന് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു. ആദ്യമേ ആ ഒരു സ്ട്രെങ്ത് ഫേസ് ചെയ്തു, ബൾക്കിങ്. അപ്പോൾ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂടി, കാരണം ലോ റെപ്സ്. ഇപ്പൊ എനിക്ക് അതുകൊണ്ട് ചെറിയ വെയിറ്റ് നല്ലപോലെ കൺട്രോൾ ചെയ്ത് റെപ്സ് അടിക്കാൻ പറ്റുന്നു. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവുന്നത്. കാരണം ആദ്യമേ ഞാൻ എൻ്റെ അടുത്ത് ആദ്യം നമ്മൾ ചെയ്തോണ്ടിരുന്ന ആദ്യമേ ഇത് 20 റെപ്സിലായിട്ട് അതിനകത്ത് നമ്മൾ മടുത്ത് പെട്ടെന്ന് ക്ഷീണിക്കുക. നമ്മളത് വെയിറ്റും എടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഇടയ്ക്ക് ആ സമയത്ത് നല്ല രീതിയിൽ ഹെവി വെയിറ്റിൽ പ്രെപ്പ് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ഇപ്പം അത് വർക്കൗട്ട് ചെയ്യും. ഇപ്പം വെയിറ്റ് കുറച്ച് നല്ല കൺട്രോൾഡ് ആയിട്ട് റെപ്സ് അടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഷോൾഡറിന് അടിച്ച ഷോൾഡറിന് തന്നെ മാത്രമേ കിട്ടുന്നുള്ളൂ. തന്നെയല്ല നമുക്ക് അത്രയും വെയിറ്റ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത്രയും വെയിറ്റിൽ നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ 10 കിലോ ഇട്ടേ അടിക്കാൻ പറ്റത്തുള്ളൂ, അതിൽ മേപ്പോട്ട് പോകത്തില്ല. ഇപ്പം നമുക്ക് 40 കിലോ ഇട്ടാണെങ്കിലും നമുക്ക് അടിക്കാം. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇനിയിപ്പം സ്ട്രെങ്ത് കൂടിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു 100 kg ബെഞ്ച് അടിച്ചു. ഞാൻ ആലോചിച്ചിട്ട് ഇത് അടിക്കും തോറും ബാക്കി നടുവിനൊക്കെ സീനാവുന്നേ ഉള്ളൂ. അത് ഇനി സ്ട്രെങ്ത് കൂട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ഒരു 200 കിലോ അടിച്ചെന്നും പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കൈ തേയ്മാനമാകത്തേ. ജോയിന്റിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ലാസ്റ്റ് ആയപ്പോ ഞാൻ എന്റെ അടുത്ത് പറയില്ലേ, കൈക്കൊക്കെ ഭയങ്കര ഡെയിലി ബോഡി എപ്പോഴും സോറായിരുന്നു. എന്ന് പറഞ്ഞാൽ ജോയിന്റിന് മസിൽ ജോയിന്റിന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ 2 ജോയിന്റിന് പെയിനാ. കാരണം മസിലിന് നമുക്ക് സോർനെസ് വന്നാൽ അത് ഗ്രോ ചെയ്യാം. പക്ഷെ ജോയിന്റിന് അങ്ങനെയല്ല. ജോയിന്റിന് മസിലിന്റെ ഇപ്പൊ കറക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് ഞാൻ ബാക്കും ബൈസും അടിച്ചത് കറക്റ്റ്. എനിക്ക് അറിയാം ബൈസൊക്കെ ഇപ്പോഴും നല്ല വേദനയാ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ഈ ആ വെയിറ്റ് പൊക്കാൻ പറ്റുന്ന ബെഞ്ച് മാർക്ക് കൂട്ടണം, ആ മൈൻഡ് ആയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ല. അത് ഇപ്പം ജോയിന്റിന്റെ വേദന മാറിയിട്ട് മസിലിലോട്ടായി. അത് നല്ലതാ, അത് ഗ്രോ ചെയ്യുമല്ലേ. അയ്യോ, പിന്നെ വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഷോപ്പിംഗ് ഉണ്ടോ? ഷോപ്പിംഗ് അല്ല, വൈകിട്ട് വർക്കൗട്ട് ചെയ്യണം. ഒരു എനിക്ക് ബർപ്പീസിന്റെ ഒരു ഇത് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാനോട് ചെയ്യാം. രാവിലെ നടക്കുമെന്ന് തോന്നുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലും കുറച്ച് ബർപ്പീസ് ചെയ്യണമെന്ന്. ഞാൻ ഒരു റണ്ണിങ് ഷൂ ഞാൻ റണ്ണിങ് ഷൂ മേടിച്ചേ. ഞാൻ ഇത്ര നാളും ഓടിക്കൊണ്ടിരുന്നത് ഈ ക്രോക്സ് അല്ല സോക്സ്, ഡിമാർട്ടിലെ ഡൂപ്പ് ക്രോക്സ്. ഇതിന്റെ ഒരു അനിയനുണ്ട്, ഇതിലും വില കുറഞ്ഞത്. അതൊരെണ്ണം മേടി. അത് പക്ഷെ ഇൻഡിസ്ട്രക്റ്റബിളാണ്. നീ അതെടുത്ത് തോക്കൊണ്ട് വെടി വെച്ചാലേ അതിനൊന്നും പറ്റത്തില്ല. ഞാൻ അതിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതിട്ട് 10 കിലോമീറ്ററൊക്കെ ഓടും, ഒരു സീനില്ല. പക്ഷെ ഞാൻ ഈ റണ്ണിങ് ഷൂ ഇട്ട് ഓടും. കാരണം ഇതിന് അടിയിൽ ഹീലില്ലല്ലോ. റണ്ണിങ് ഷൂവിന് കറക്റ്റ് ഒരു ഇത്രയും തിക്കിലൊരു ഹീലുണ്ട്. അത് വെച്ച് ഓടിപ്പേടാ എന്തോ വ്യത്യാസമാണെന്നറിയോ, ഭയങ്കര സുഖം. മറ്റേത് ഓടുമ്പോ എനിക്ക് എപ്പോഴും മുട്ടിനുണ്ടൊക്കെ കിട്ടിക്കൊണ്ട്, ഇത് കറക്റ്റ് അതിന്റെ ഇവിടെ ഈ കാലിന്റെ ഈ ഭാഗത്ത് വേദന വരും. ഇത് ഫുള്ള് എന്താ പറയാ, ഇങ്ങനൊരു ഹീലല്ല, ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൂടുതൽ അങ്ങനെ. അപ്പൊ നമ്മൾ എപ്പോഴും കറക്റ്റ് ഓടുമ്പോ നമ്മൾ എപ്പോഴും ഹീല്
കൊള്ളല്ലോ. ആ ബോൾസ് നമ്മുടെ ഫീറ്റിന്റെ ബോൾസിലായിരിക്കും ഓടുന്നത്. ഈ ഷൂ ഇട്ട ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഓടത്തുള്ളൂ. ഞാൻ ഡിക്കാത്തലോണിൽ പോയപ്പോൾ മേടിച്ച വലിയ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല, പക്ഷെ നല്ല സാധനം. എനിക്ക് ഞാനപ്പോൾ ഇത്ര നാളും ആ ഏതാ ചുമ്മാ റബ്ബർ ചെരുപ്പിട്ട് ഓടിയ പോലെ, ചെരുപ്പില്ലാതെ ഓടിയ പോലെ നേരത്തെ ഇത് മേടിച്ച് ഓടണ്ടായിരുന്നു. പിന്നെ എൻ്റെ നേരത്തെ ഉണ്ടായ ഷൂ എന്ന് പറഞ്ഞാൽ അത് തീർന്നു. അടിയിലത്തെ ഗ്രിപ്പ് മറ്റേ ടയർ മൊട്ടയാകത്തില്ല. അതിപ്പോ ആണെങ്കിൽ ആ ഷൂട്ട് എവിടെ പോയാലും ഉണ്ടല്ലോ, ഇപ്പൊ ചെളിയൊന്നും ഇല്ലെങ്കിലും നമ്മളത് ചവിട്ടി എവിടെയും നടന്ന ചെളി പറ്റും. കാരണം അടി ഗ്രിപ്പില്ല. മറ്റേ സ്മൂത്ത് സർഫസ് കുറച്ചാളോടെ നടന്നാൽ ചിലപ്പോൾ കണ്ണാടിയാവും. ഇനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കാണാൻ. അതെ, അതുപോലത്തെ അവസ്ഥ. ഞാൻ ആലോചിക്ക്, കാരണം നമ്മൾ ഇത്ര നാളും പോയ ജിമ്മ് പോലെ അല്ലേ, ഞാൻ പുതിയ ജിം ഇച്ചിരി സ്റ്റാൻഡേർഡ് ജിമ്മാ. ഞാനാണ് അവിടുത്തെ ഏറ്റവും ലോക്കൽ. ഞാനിതൊക്കെ ഇട്ടോളെ കയറാനുള്ള പാടൊക്കെയാണ് ജിമ്മിനകത്ത്, ഒരു കാലിൻ്റെ പാടൊക്കെ. ഞാൻ അവിടുത്തെ ഏതായാലും മേടിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ എന്തോ നല്ല ഇൻവെസ്റ്റ്മെന്റ്. എനിക്കിപ്പം ഇതുവരെ ഓടാൻ പോയില്ല, ഇന്ന് ഓടാൻ പോകണം മേടിച്ചിട്ട്. എന്തിനും ഇത്ര നാൾ ഈ പന്ന ഷൂ ഒക്കെ ഇട്ട് ഓടിയെന്ന് വിചാരിച്ചു. പിന്നെ അത് ഇടുമ്പോൾ നമുക്കൊരു വർക്കൗട്ട് ചെയ്യാം. പുതിയ സാധനം മേടിക്കുമ്പോഴേ മറ്റേ ബ്രഷ് മേടിക്കുന്ന പോലെ പുതിയൊരു ബ്രഷ് മേടിക്കാം. ഇപ്പൊ ഇപ്പൊ പുത്ത ബ്രഷ് മേടിച്ചാൽ അന്നോടെ ചിലപ്പോൾ നട്ടുച്ചയ്ക്കൊക്കെ ആയിരിക്കും മേടിച്ചോണ്ട് ബ്രഷ് മേടിച്ചോണ്ട് പല്ല വെച്ചേക്കാം. എങ്ങനുണ്ട്? അതെ. പിന്നെ അപ്പോൾ ഒരു വൈബാവും. ഡെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ആവും. ഒരു മൗത്ത് വാഷോടെ മേടിക്കുക. കുറച്ചാളെ കഴിയുമ്പം മറ്റേ പല്ല് പോലും തേക്കാറില്ല. പേസ്റ്റും പല്ലു മറ്റേ വിരലിട്ടൊക്കെ അവസാനം പിന്നെ തേക്കുന്നത്. അതുപോലെ പുതിയ പേസ്റ്റ് വാങ്ങിക്കുമ്പോഴും ഒന്ന് പല്ല് തേച്ചേക്കാം. എങ്ങനാ ഇതിന്റെ സംഭവം? മറ്റേ അത് പറഞ്ഞപ്പോഴാ ഇല്ല, കോൾഗേറ്റിന്റെ മാക്സ് ഫ്രഷ് എന്ന് പറഞ്ഞ മറ്റേ ഇല്ല ചിപ്പുള്ള സാധനം, അതില്ല ഇറങ്ങുന്ന സമയത്ത് അത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അത് വാങ്ങിച്ച് വീട്ടിൽ ഇന്നും ഇത് സാധനം വാങ്ങിക്കുമ്പോൾ അതെടുത്തിട്ട് അത് വെച്ചൊക്കെ പല്ല് തേക്കുക. അത് വെച്ചൊക്കെ എപ്പോഴും അങ്ങ് തേക്കുക. രാവിലെ വെച്ചൊക്കെ വൈകിട്ടൊക്കെ തേക്കുക. ഇപ്പൊ 2 ദിവസത്തെ ഒരിക്കലൊക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ല് ക്ലീനാ ശരിക്കും ഉപ്പുവെള്ളം വെച്ച് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ആ മിന്റ് ഫീലിംഗ് കിട്ടണം, എന്നാലേ നമുക്ക് ക്ലീൻ ഫ്രഷ് ആയെന്ന് മനസ്സിലാകണം. പണ്ട് ആകെ ഒരു ഒറ്റ പേസ്റ്റേ ഉള്ളായിരുന്നു. നീ ഒന്ന് ഓർത്ത് അല്ല, ഒരു കമ്പനിയുടെ ഒരു ടൈപ്പ് സാധനം. ഇപ്പൊ നീ ആ ഡിമാർട്ടിലോട്ട് നോക്കി എന്തോരം വെറൈറ്റി ചാർക്കോള്, പിന്നെ മറ്റേ മിന്റ്, എന്തൊക്കെ സാധനമായിരുന്നു. അത് ആ മിന്റ് സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നു ഇത് കിട്ടത്തില്ല. അതുപോലെ ഏത് സാധനവും പുതിയതായിട്ട് വേണ്ടി നമുക്ക് ഭയങ്കര ഒരു പവറാ. അതിങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ ഷൂ മേടിച്ചൊന്ന് ഓടാൻ പോണം 2 ദിവസത്തേക്ക്. എന്ത് സാധനവും പുതിയതായിട്ട് മേടിച്ചോളത്. അയ്യോ, ഞാൻ വേറെന്തോ മറ്റേ പല്ലേപ്പിന്റെ ആയിരുന്നു ഇതൊരു കണക്ഷൻ കിട്ടി, അത് പോയി. പണ്ടത്തെ കാര്യമല്ലോ വന്നോ. അല്ല, ഇതുപോലെ എന്തോ മേടിച്ചൊന്ന് പല്ല് തേച്ചേക്കാ. എന്നതാ ഞാനത് ഈ ചില സമയത്ത് ഇതങ്ങ് മൈൻഡ് ചെയ്യുന്ന പോകും. ദേഷ്യം വരും. എത്ര ആലോചിച്ചാലും വരത്തില്ല. അത് നമ്മുടെ നാക്കിന് തുമ്പത്താ പല കാര്യങ്ങളും അങ്ങനെ. ഇപ്പം നീ അത് പറയാൻ വരുന്ന സമയത്ത് ഞാൻ കേറിട്ട് അത് ഒബ്സ്ട്രക്ട് വേറൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും തിരിച്ചത് പറയണമെന്നാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനത് എന്തോ ആലോചിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അതേസമയം രാവിലെയൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി കിടന്ന് നമ്മൾ പണ്ട് കൊച്ചിലെ ചെയ്ത എന്തെങ്കിലും ഒരു വാളത്തിലൊക്കെ നമുക്ക് ഓർമ്മ. ഇന്ന് രാവിലെ എന്നെ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഓർമ്മ. ഈ ബ്രെയിനൊക്കെ എന്നെ കോമഡിയൊക്കെ കാണിക്കുന്നത്. 5 മിനിറ്റ് മുമ്പ് എന്നെ ഏതായാലും ചിലപ്പോൾ ഓർമ്മ ചെയ്തു. പക്ഷെ പണ്ട് കൊച്ചിലെ മറ്റേ ഒരു തമാശ പറഞ്ഞ ഡേറ്റ് ഇല്ല, ആ സാധനമൊക്കെ അത് ഞാൻ ഇവിടെ ഇതുപോലെ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ബ്രെയിനിൽ സ്ട്രൈക്ക് ആവുന്ന സാധനമൊക്കെ നമ്മുടെ മെമ്മറിയിൽ എവർ ലോങ്ങിങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യും. അതേ സമയത്ത് നീ പഠിച്ച കാര്യം എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, കോർ മെമ്മറീസ് എപ്പോഴും കാണും, എപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്ക് കുഞ്ഞുനാൾ നടന്ന എല്ലാം ഒന്നും ഓർമ്മ കാണണമെന്നില്ല. ഇങ്ങനെ ഓരോന്ന് നമ്മളെ ചിലപ്പോൾ അത് എന്തോ ഇമോഷണലി സ്ട്രൈക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് കൊള്ളുമല്ലോ. ആ സാധനമൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ഇമേജ് സ്റ്റോറാണ്. പക്ഷെ ചില കാര്യങ്ങൾ ശരിക്കും ഒരു സിഗ്നിഫിക്കൻസും കാണത്തില്ല, അത് ചിലപ്പോൾ മനസ്സിൽ കാണും, നമുക്കത് ഓർമ്മ. പിന്നെ ചില എനിക്ക് നമ്മുടെ കൂടെ ആ സെയിം കാര്യം ഒരുമിച്ച് അനുഭവിച്ചവരോ, ഇപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ചവരോ അതെന്റെ കോളേജിൽ പഠിച്ചവരുണ്ട്, എന്റെ കുറെ മെമ്മറീസ് ഇങ്ങനെ വരും. ഇവര് അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മൾ ഒരിക്കലും ഓർക്കത്തില്ലേ. നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചാവുന്ന എനിക്ക് ഓർമ്മ. പക്ഷെ അതേ കാലഘട്ടത്തിൽ അതേ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ വരുവാണെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് ഈ മെമ്മറീസ് ഇങ്ങനെ
വരും, എല്ലാം കൂടെ വരും. അത് നീ മറ്റേ ഈ സ്കൂളിലെയോ കുറെ നാളായിട്ട് എല്ലാരും ഒന്നുകൂടെ കാണാൻ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ ആ മെമ്മറി നമ്മളത് പറഞ്ഞ് അതായത് അത് ഓരോന്നിങ്ങനെ വന്നോണ്ട് അപ്പൊ നമ്മളെ സർപ്രൈസ് ആവും. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, അങ്ങനെ ചെയ്തില്ലായിരുന്നു നീ അന്ന് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എല്ലാരും. ഇപ്പൊ തന്നെ നമ്മൾ അതിനെ പറ്റി പറയുമ്പോ നമ്മുടെ മൈൻഡിൽ പല പല കാര്യങ്ങളും വരുന്നുണ്ട് സ്കൂളിലെ, അതൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന കാര്യങ്ങളും. അതെ, അത് ഇമേജ് ക്രിയേറ്റ് ആവുന്ന അവിടെ. നീ ഇപ്പൊ സംസാരിക്കുമ്പോ ആ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ സാധനം. പക്ഷെ നമ്മുടെ മൈൻഡിൽ ചിലപ്പം അന്ന് സംഭവിച്ച രീതിയിലല്ലായിരിക്കും വരുന്നത്, കുറച്ചും കൂടെ ഒരു ഗ്ലോറിഫൈ ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത സാധനമായിരിക്കും വരുന്നത്. അത് ഈ സിനിമയ്ക്കകത്ത് നമ്മള് ഈ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കത്തില്ല, അപ്പൊ എപ്പോഴും ഭയങ്കര ഭംഗിയായിരിക്കും അല്ലെ, നമ്മളും അങ്ങനെ തന്നെ ആലോചിക്കുന്നത്. ചിലപ്പോ അന്നൊരു നോർമൽ ആയിരിക്കും, പല സാധനങ്ങൾ നമ്മൾ പിന്നെ ആലോചിക്കുമ്പോ അതിന് ഭയങ്കര ഒരു ഭംഗിയായിരിക്കും വരുന്ന സാധനത്തിന്. എടാ ഈ പണ്ടാരം ഓണാണോ ഓഫാണോ? ഓണാണല്ലോ അല്ലേ, കിട്ടത്തില്ല. അല്ല പറ്റിയിട്ടുണ്ടേ അതോ ഇതുപോലെ മറ്റേ വെച്ചലക്കി വരുമ്പോ. അയ്യോ, പിന്നെ എന്നതാ ഓഫ് ആണെങ്കിൽ ലൈറ്റ് ഓഫ്. ഞാനതാ നോക്കിയ നല്ല ജ്യൂസ് കിട്ടുമായിരുന്നെങ്കിൽ. എനിക്ക് എന്തായാലും കുടിക്കാൻ തോന്നുന്നു. ഇപ്പൊ എത്ര മിനിറ്റ് ആയി കാണും? സമയം പോകണ്ടോ അതില്? എപ്പോഴാ തുടങ്ങി? ഒരു 25 മിനിറ്റ് ആയി കാണും, മണിക്കൂറായി കാണും. കാരണം നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് സമയം അറിയത്തില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പടേന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത്. അത് ടൈം ഇസ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ചില സമയത്ത് സമയം പോവത്തേ ഇല്ല. ഇത് എന്നെ ഈ പണ്ടാരത്ത, കാരണം ചില സിറ്റുവേഷൻ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇവിടെ ചില പിന്നെ പരീക്ഷ എഴുതും, നമുക്ക് ആൻസർ നമുക്ക് എഴുതാനൊന്നുമില്ല. ഇത് ഈ കാരണം ഇന്ന സമയമാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊരു സാധനമുണ്ട്. ഈ പണ്ടാര ഞാൻ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കും, കാരണം ഒന്നും അറിയത്തില്ലെങ്കിൽ എവിടുന്നേലും എന്തെങ്കിലും ഒക്കെ കിട്ടിയാലോ. ഒന്നാമത്തെ കാര്യം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചോണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഏതാ ഈ കുറെ ഇത് സപ്ലൈ ആയി ഇങ്ങനെ പോകണമെന്നുള്ള ഒരു താല്പര്യമേ എനിക്കില്ല. പിന്നെ എന്തേലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് എഴുതുക പോവാ. അല്ല, എനിക്ക് ഞാൻ തോൽവി ഞാൻ സമ്മതിക്കാതെ വേണം എന്ന് പറഞ്ഞാൽ ഇതിനി നോക്കി എഴുതാനും പറ്റത്തില്ല, വിറ്റില്ല, ആരും കാണിച്ചു തരാനും സാധ്യതയില്ല, നമുക്ക് അറിയത്തുമില്ല. ഓക്കെ പോയേക്കാം, വെറുതെ തന്നെ ടൈമിങ് കളയുന്നത്, വെറുതെ ഇവിടെ ഇരുന്ന് മെഴുകണ്ടല്ലോ, പോയേക്കാം. ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കും കേട്ടോ, ഇരിക്കുമായിരുന്നു. ഞങ്ങളവിടെ മത്സരം ആദ്യമേ ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു. ആദ്യമേ മറ്റേ 10:30 ഇറങ്ങിയ സമയം ചില ടീംസൊക്കെ 10:40 വരും. ഓ നീയൊക്കെ ഇപ്പൊ വലിയ എന്തോ പഠിപ്പിയാണോ നീക്ക്? നീ കൂടുതലൊന്നും പറയണേ, നീ നമ്മളോട് നടന്നിപ്പോ പഠിക്കാൻ തുടങ്ങിയല്ലേ. 10:40 വന്നത് അവനാണെങ്കിൽ എനിക്ക് 2 ദിവസത്തിന് അറിയായിരുന്നു. ഇങ്ങനെ ജയിക്കാതൊന്നും ഇല്ല, എന്തായാലും പറയാതെ. അയ്യോ.